LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ കിട്ടുന്നില്ലെന്ന് പരാതി. ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച നിക്ഷേപകൻ പയ്യനാമൺ സ്വദേശി ആനന്ദാണ് കുടുംബവുമായി എത്തി പ്രതിഷേധിക്കുന്നത്. പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും നിക്ഷേപകർ പ്രതിഷേധിച്ചിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കോന്നി റീജിയണൽ സഹകരണ ബാങ്കിന് മുന്നിലാണ് നിക്ഷേപകന്റെ ഈ കുത്തിയിരിപ്പ് സമരം. നിക്ഷേപം തിരികെ കിട്ടുന്നില്ല എന്നാണ് പരാതിയായി പറഞ്ഞിരിക്കുന്നത്. എത്ര ലക്ഷം രൂപയാണ് ഈ നിക്ഷേപകന് തിരികെ കിട്ടാത്തത്? അതുമാത്രമല്ല, ഇത്തരം പരാതികൾ നേരത്തെ ഉയരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 11 ലക്ഷം രൂപയാണ് പയ്യനാമൺ സ്വദേശിയായ ആനന്ദന് ലഭിക്കാനുള്ളത്. മരുന്ന് വാങ്ങാനും മറ്റ് ആശുപത്രി ചെലവുകൾക്കുമായി അടിയന്തരമായി 11 ലക്ഷം രൂപ തിരികെ വേണമെന്നാണ് ആനന്ദൻ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യവുമായി നേരത്തെയും ആനന്ദൻ കുടുംബത്തോടൊപ്പം ബാങ്കിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നു. ഒപ്പം മറ്റ് നിക്ഷേപകരും കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന സമരം നടത്തിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ആനന്ദൻ കുടുംബവുമായി രാവിലെ ബാങ്കിന് മുന്നിലെത്തിയത്. ബാങ്ക് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം. ബാങ്കിന് മുന്നിൽ ഇരുന്നും റോഡിൽ കിടന്നുമെന്നുമായിരുന്നു പ്രതിഷേധം. 11 ലക്ഷം രൂപ തീർപ്പ് കൽപ്പിച്ച് തരണം എന്ന് തന്നെയാണ് ആനന്ദൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ആനന്ദൻ നടത്തിയ പ്രതിഷേധത്തിൽ ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ 1 ലക്ഷം രൂപ വരെ നൽകാം, ഘട്ടം ഘട്ടമായി പണം തിരികെ നൽകാമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞിരുന്നു. പക്ഷേ കാലങ്ങളായിട്ടുള്ള നിക്ഷേപമാണ് 11 ലക്ഷം രൂപ. അത് അത്യാവശ്യമായി അടിയന്തര ഘട്ടത്തിൽ കഴിഞ്ഞ നാളുകളിലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉടൻ തന്നെ തിരികെ ലഭിക്കണം. അത് തിരികെ ലഭിച്ചതിന് ശേഷം പല കാര്യങ്ങളും അത്യാവശ്യം ആശുപത്രി ചിലവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി പണം മുഴുവൻ തിരികെ ലഭിക്കണമെന്നാണ് ആനന്ദൻ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നിക്ഷേപകരും പണം തിരികെ ലഭിക്കാനുള്ളവരുണ്ട്. ഇവരെല്ലാം നിക്ഷേപിച്ച തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്ക് കയറിയിറങ്ങി നടക്കുകയാണ്. ഇങ്ങനെ ആനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പണം ഉടൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ പണം മുൻഗണന അനുസരിച്ച് നിക്ഷേപകർക്ക് തിരികെ നൽകുക എന്നുള്ളതാണ് കോടതി ഉത്തരവിട്ടത്. പക്ഷേ ആ ഉത്തരവും നടപ്പായിട്ടില്ല. ഇപ്പോൾ ബാങ്ക് അധികൃതർ പറയുന്നത് പണം തിരികെ നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി നൽകുമെന്നുമാണ് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുമാണ് ബാങ്ക് അധികൃതർ പറയുന്ന വാദം. ആനന്ദനും ഘട്ടം ഘട്ടമായി തുക 1 ലക്ഷം രൂപ വെച്ച് നൽകാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ഇവിടെ എത്തി ആനന്ദിനെ തിരികെ ബാങ്കിന് മുന്നിൽ നിന്നും മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. പോലീസും ബാങ്ക് അധികൃതരുമായി ആനന്ദൻ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതിഷേധം കനക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആനന്ദൻ പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് നിക്ഷേപകരും ഇവിടെ ബാങ്കിലേക്ക് എത്താനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.